ഹലോ, വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മുതൽ 10 വരെയാണ് നമുക്ക് മസ്റ്റായിട്ടും പഠിക്കേണ്ടത്. അതിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡ് ആണ്. 5ഉം 6ഉം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ് സോഷ്യൽ സയൻസ്. നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് കണ്ടു നോക്കുക. 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി ആണ് കേട്ടോ. ഹിസ്റ്ററിയിൽ വരുന്ന പോർഷനാണ്. ചാപ്റ്ററിൻ്റെ പേര് യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് എന്തായാലും എഴുതിയെടുക്കുക. നോട്ട്സ് എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിതിൽ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞ ഒരു സ്മാരകത്തെ പറ്റി പറയുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചിരിക്കുന്നത് AD 6-ാം നൂറ്റാണ്ടിലാണ്. ഇന്നത് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ എവിടെയാണുള്ളത്? കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ഈ ഒരു ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കൊരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കിഴക്കൻ റോമോ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്, അതായത് ഇന്നറിയപ്പെടുന്ന പേര് ഇസ്താംബൂൾ എന്നാണ് കേട്ടോ, ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അപ്പം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇന്നത്തെ പേരെന്താണ്? ഇസ്താംബൂളാണ്. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. ഇത്രയും പ്രത്യേകതകൾ കോൺസ്റ്റാന്റിനോപ്പിളിന് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് എപ്പോഴാണ്? 1453. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. ഇനി നമ്മൾ അതാണ് നോക്കുന്നത്. ഇപ്പം ഈ 1453 തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ വലിയൊരു ഭാഗവും എന്ത് ചെയ്തു? തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. വലിയ ഭാഗവും പോയത് എവിടേക്കാണ്? ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാണ് മെജോറിറ്റിയും പലായനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മെജോറിറ്റി ആൾക്കാരും ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നാണ് നമ്മളിനി നോക്കുന്നത്. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ നവോത്ഥാനം എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. യൂറോപ്പിലെ പണ്ഡിത ഭാഷയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് ഏതൊക്കെയാണ്? ലാറ്റിനും ഗ്രീക്കുമായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്കു പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. അപ്പം 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെയാണ് ഈ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരമായിട്ട് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിലൊക്കെ കൃതികൾ രചിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് വെക്കണേ. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലുള്ള സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്.
അപ്പോൾ മധ്യകാലഘട്ടത്തിൻ്റെ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? മതപരമായ ആശയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു എല്ലാ കൃതികളും ഉണ്ടായിരുന്നത്. കല, സാഹിത്യം, ചരിത്രം ഏതിലാണെങ്കിലും മതപരമായിട്ടുള്ള ആശയങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് എന്തായി? 13-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമായിട്ട് 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിട്ട് ഈ ഒരു പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് മനുഷ്യ ജീവിതത്തിനായിരുന്നു, പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൃതികളൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് വിവിധ മേഖലകളെ എങ്ങനെയാണ് നവോത്ഥാനം സ്വാധീനിച്ചതെന്ന് പഠിക്കണം. ആദ്യം നോക്കുന്നത് നവോത്ഥാനം സാഹിത്യത്തിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. 1304 മുതൽ 1374 വരെയാണ്. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. 3 പോയിന്റ്സ് ആണ്. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? പെട്രാർക്ക് എന്ന് പറയുന്നത്. ഈ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാക്കാണ്. പെട്രാക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ്. പെട്രാർക്കിൻ്റെ കൃതിയാണ് സീക്രട്ടം. എഴുതി വെക്കണേ. ഇനി ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ കൃതികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദാന്തെയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദാന്തെ, ഡിവൈൻ കോമഡി. പിന്നെ ബൊക്കാച്ചിയോൻ്റെതാണ് ഡെക്കാമറൻ കഥകൾ. സെർവാന്തെ, ഡോൺ ക്വിക്സോട്ട്. പിന്നെ ഇറാസ്മസിൻ്റെ ഇൻ പ്രൈസ് ഓഫ് ഹോളി. 4 നോട്ട് ചെയ്ത് വെക്കണേ. ദാന്തേൻ്റെ ആണ് ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ഡെക്കാമറൻ കഥകൾ, സെർവാന്തെ, ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഹോളി. ഇനി നവോത്ഥാനം കലയിൽ. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി ആയിരുന്നു ശ്രദ്ധേയനായ ചിത്രകാരൻ. മൊണാലിസ, അവസാനത്തെ അത്തായം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ ചിത്രങ്ങൾ. നോട്ട് ചെയ്ത് വയ്ക്കാം. പ്രശസ്തനായ ചിത്രകാരനായിരുന്നു ആര്? ലിയനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ് മൊണാലിസയും അതേപോലെ അവസാനത്തെ അത്തായവും. ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വയ്ക്കാം. ഇനി മൊണാലിസേനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു. ലിയനാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ AD 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പാരീസിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ചിത്രം വരച്ച ആ ഒരു കാലഘട്ടം അടക്കം കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വയ്ക്കാം. അതേപോലെ അതിൻ്റെ ഇമേജും കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ അത്തായം ലിയനാർഡോ ഡാവിഞ്ചി. പിന്നെ കുറച്ച് വേറെ ആൾക്കാരുടെ ചിത്രങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അന്ത്യവിധി എന്ന് പറയുന്നത്. പിന്നെ റാഫേലിൻ്റെ ഏതൻസിലെ വിദ്യാലയം. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൈക്കൽ ആഞ്ചലോൻ്റെ അന്ത്യവിധി, റാഫേലിൻ്റെ ഏതൻസിലെ വിദ്യാലയം, അതേപോലെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ അവസാനത്തെ അത്തായം. ചിത്രകലയിൽ മാത്രമല്ല മറ്റു കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിൽ ഉദാത്ത സൃഷ്ടികൾ ഉണ്ടായി. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ലോറൻസോ ഗിബർട്ടി, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. അടുത്ത ആള് ഡൊണാറ്റലോ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ഗട്ടാമെലീത്ത. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ലോറൻസോ ഗിബർട്ടി, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. ഡൊണാറ്റലോ, ഗട്ടാമെലീത്ത. അതുതന്നെയാണ് താഴെ ഒരു ടേബിളായിട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് നവോത്ഥാനം ശാസ്ത്രത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെ ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നതുമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. ഇപ്പോൾ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഭൂമിയാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നാണ്. പിന്നീട് നവോത്ഥാന കാലത്താണത് അല്ല, അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതും സൂര്യനാണ്
ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ആരാണത് ആ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത്? കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അതിലാണ് പറയുന്നത് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന്. പിന്നീട് ഗലീലിയോ ഗലീലി എന്ത് ചെയ്തു? ടെലസ്കോപ്പ് വികസിപ്പിച്ചെടുത്തു. അതിലൂടെ എന്ത് ചെയ്തു? അത് ശരിയാണെന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്തു. പിന്നെ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഗുട്ടൻബർഗ് ആണ്. അപ്പം ഈ ഒരു സൗരയൂഥ സിദ്ധാന്തം ആരുടേതാണ്? കോപ്പർനിക്കസിൻ്റെതാണ്. പിന്നെ ഈ ഒരു ടെലസ്കോപ്പ് വികസിപ്പിച്ചത് ഗലീലിയോ ഗലീലി ആണ്. പിന്നെ അച്ചടിയന്ത്രം ഗുട്ടൻബർഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും. അച്ചടിയുടെ കഥ. 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജൊഹാൻസ് ഗുട്ടൻബർഗ് ആണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത്. നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. 1439 അദ്ദേഹം ആരായിരുന്നു? ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്നു ജൊഹാൻസ് ഗുട്ടൻബർഗ്. അദ്ദേഹമാണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത്. അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. ഗുട്ടൻബർഗിൻ്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്, അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതാരാണ്? ജൊഹാൻസ് ഗുട്ടൻബർഗ് ആണ് 1439. ഇനി മതനവീകരണം. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. അപ്പം മതനവീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു നവോത്ഥാന ആശയങ്ങൾ പല മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മതരംഗത്തും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം എന്നറിയപ്പെടുന്നത്. ഇത് ആരംഭിച്ചത് എവിടെയാണ്? മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മാർട്ടിൻ ലൂതർ ആണ് മതനവീകരണത്തിന് ജർമ്മനിയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. സമുദ്രമാർഗങ്ങൾ തേടി തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാര മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. വ്യവസായ വിപ്ലവം. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപ്പന്നം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപ്പാദന ചെലവ് കുറയുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇനി വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പിന്നിങ് ജെന്നി, ആവിയന്ത്രം, അതിൻ്റെയൊക്കെ ഇമേജ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാനുമുണ്ട്. വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ആരൊക്കെയാണെന്നുള്ളത്. ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത്? ജോൺ കെയ് ആണ്. പിന്നെ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്കൊരു ചാപ്റ്ററിൽ. അപ്പം നമുക്കിതിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. മാനവികത നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. സാഹിത്യം, കല, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തി. കടൽ വഴിയുള്ള കച്ചവട പാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി യൂറോപ്യന്മാർ പല ഭൂഖണ്ഡങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. വ്യവസായ വിപ്ലവം ഉൽപ്പാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാം പഠിക്കുക കേട്ടോ. ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? വീക്ക്ലി വൺസ് എടുത്തൊന്ന് റിവൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പേരുകളൊക്കെ എന്തായാലും നമ്മൾ മറന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ, അടുത്ത ചാപ്റ്റർ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.